എല്ലാവർക്കും ഗിരീഷ് കുമാരൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ്. എറണാകുളം ജില്ലയിൽ ഹൈക്കോടതി ജംഗ്ഷന് സമീപമായിട്ടുള്ള മംഗളവനം പക്ഷി സങ്കേതം സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. ഒരുപക്ഷെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇതിൻ്റെ ചുറ്റിനുമുണ്ട്. ആ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല ഇങ്ങനെയൊരു പക്ഷി സങ്കേതം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് കണ്ടൽക്കാടുകളൊക്കെ നിറഞ്ഞ മംഗളവനം എന്നുള്ള രീതിയിൽ, മംഗളം എന്ന് പറഞ്ഞാൽ മംഗളവനം എന്ന് പറയുമ്പോൾ അന്നത്തെ കണ്ടൽക്കാടുകൾ ശക്തമായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പം അത് സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ പിന്നീട് അത് സംസ്ഥാന ഗവൺമെൻറ്റിന് കൈമാറി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പരിശോധിക്കണം. അപ്പം ഇന്ന് എൻ്റെ കൂടെയുള്ള നമ്മുടെ സുഹൃത്താണ്, തലശ്ശേരിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് സിബിൻ കെ ബാബു എന്ന് പറയും. ഇദ്ദേഹം ഇന്ന് ഹായിക്കോടത്തെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ വന്നത്. ഇത് കാണാതാണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നാളുകാർക്കും അവരുടെ പേരിൽ അറിയപ്പെടുന്ന വൃക്ഷങ്ങളുടെ ഒരു കൂട്ടമുണ്ട്. ഓരോ നാളിനും വേണ്ട വൃക്ഷങ്ങൾ, അവർ നട്ടു വളർത്തേണ്ട വൃക്ഷങ്ങളുടെ ഒരു കൂട്ടം. നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് കാണാറുണ്ട്. വൃക്ഷങ്ങൾ, നാളിന് ചേർന്ന വൃക്ഷങ്ങൾ. ഇതിപ്പോൾ ഉള്ളിലോട്ട് നമുക്ക് കയറിപ്പോകാൻ പറ്റും. ഓരോ പ്രദേശത്തേക്കും കയറി ചെല്ലുമ്പം അവിടേക്ക് കുട്ടികളും, അതായത് ഇത് മഹാരാജാസ് കോളേജിൻ്റെ ബാക്ക് വശമാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ, കുട്ടികളുമൊക്കെ ഇവിടെ വന്നിരുന്ന് വായിക്കുകയും അതുപോലെ കാര്യം പറയാനൊക്കെ വന്നിരിക്കുന്നത്. നല്ല തണുപ്പാണ്. അതായത് നമ്മൾ ആ ചൂട്, കൊച്ചിയിൽ പോയുള്ളവർക്ക് അറിയാൻ പറ്റും, ശക്തമായ ചൂടിൽ നിന്നും നമുക്ക് ഒരു ചെറിയ തണുപ്പ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. 10 രൂപയേ ഉള്ളൂ നമുക്കിനകത്ത് കയറാൻ. 10 രൂപ കൊടുത്താൽ മതി, നമുക്കിനകത്ത് എൻട്രി പാസ് കിട്ടും. കയറി കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അത് ഇരിക്കാൻ പറ്റും. നല്ല തണുപ്പാണ്. വൃക്ഷങ്ങൾ, ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത്രയും അധികം വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. അതേപോലെയാണ് അതിനെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഹട്ടുകളുണ്ട്. അപ്പം നമുക്ക് ഇപ്പം കൊച്ചിയിലൊക്കെ വരുന്ന ആളുകൾക്ക് പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് വിശ്രമിക്കാനും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മാറി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. എല്ലാവരും വരിക, അതിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കുക. ഇവിടെയൊക്കെ നമുക്ക് ഉള്ളിലോട്ട് കയറിയിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത് ഉള്ളിലേക്ക് കയറിയിരിക്കാറുണ്ട്. ഈ കാട്ടിനിടയിലേക്ക് കയറിയിരിക്കാൻ പറ്റും. അവിടെയൊക്കെ ആളുകൾ ഇരിപ്പുണ്ട്. നമുക്ക് വീഡിയോ ആയതുകൊണ്ട് പലതും ഞാൻ ഒഴിച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് ഞാനിതിനെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം കൊച്ചിയിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും മംഗളവനം പക്ഷി സങ്കേതം സന്ദർശിക്കുക. നമ്മളുടെ പൈതൃക സമ്പത്ത് പോലെ ഇതിനെ ഗവൺമെൻറ് സൂക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു വളരെ വലിയ ഒരു അനുഭവമായിരിക്കും മംഗളവനം പക്ഷി സങ്കേതം തരിക. ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങൾ, ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകാശം പോലും കാണാൻ പറ്റത്തില്ല. അത്തരത്തിൽ വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നുണ്ട്. ഈ ഉള്ളിലേക്കൊക്കെ നമുക്ക് കയറിപ്പാൻ പറ്റും. അവിടെയൊക്കെ നമുക്ക് ഇരിക്കുവാനുള്ള സ്ഥലവുമുണ്ട്. അവിടെയൊക്കെ ഇരിക്കാൻ നമുക്കിരുന്ന് കാണുവാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പുസ്തകങ്ങളൊക്കെ വായിക്കാം. എന്തെങ്കിലുമൊക്കെ നല്ല പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കടലൊക്കെ ഇരുന്ന് വായിക്കാൻ നല്ല ഒരു വൈബായിരിക്കും. അപ്പം എല്ലാവരും വരിക. കൊച്ചിയിലേക്കൊക്കെ വരുമ്പോൾ ഇതൊക്കെ കൂടെ സന്ദർശിക്കുക, യാത്രകൾ ചെയ്യുക, വീണ്ടും യാത്രകൾ ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ നമ്മുടെ പൈതൃക സമ്പത്തിനെ കാണുക, മനസ്സിലാക്കുക, അതിന് ചരിത്രപരമായിട്ടുള്ള വിശദാംശങ്ങൾ ഉൾക്കൊള്ളുക തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിന് എൻ്റെ ചെറിയ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഹൈക്കോടതി ജംഗ്ഷനിൻ്റെ കുറച്ച് ഭാഗത്തായിട്ട്, കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ മംഗളവനം പക്ഷി സങ്കേതം. ഇപ്പോൾ ഹൈക്കോടതി ജംഗ്ഷൻ എറണാകുളത്ത് വരുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. നമ്മുടെ ബ്രോഡ്വേയിൽ നിന്നും മറൈൻ ഡ്രൈവിൽ നിന്നും കുറച്ചും ഇങ്ങോട്ട് മാറി ഹൈക്കോടതി ജംഗ്ഷനുണ്ട്. ഹൈക്കോടതി ജംഗ്ഷൻ്റെ ബാക്ക് വശത്തോട്ട് മാറി മഹാരാജാസ് കോളേജിൻ്റെ ബാക്കിലായിട്ടാണ് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഏവർക്കും മംഗളവനത്തിലേക്ക് സ്വാഗതം. ഇവിടെ വന്ന് കാഴ്ചകൾ കാണണം. ഇതിൻ്റെ ഒരു വൈബ്, എത്രമാത്രം തണുപ്പ്, ശീതളമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് മംഗളവനം പക്ഷി സങ്കേതം നമുക്കായി കാത്തുവെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അനുഭവത്തിലൂടെ അത് മനസ്സിലാക്കേണ്ടതാണ്. താങ്ക് യു.